പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ സർവശക്തനായ ദൈവം അനുവദിച്ചിരിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു വാർത്ത കേട്ടത് വളരെ ഏറെ ദുഃഖത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാർത്ത. ഒരു ഭാര്യ, ഒരു സ്ത്രീയും തൻ്റെ പൊന്നോമന മക്കളായ 2 പെൺമക്കളെയും കൊണ്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കേരളത്തിൽ നടന്നൊരു സംഭവമാണിത്. പ്രിയ സഹോദരരെ, എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ചേതോവികാരം? ആ ഭാര്യയ്ക്കും ആ കുഞ്ഞുങ്ങൾക്കും തൻ്റെ സഭയെ വിശ്വസിക്കുന്ന അവർക്ക് ഒരു ഹെൽപ്പ് ലൈൻ, ഒരു ഹെൽപ്പ് ഡെസ്ക്, ഒരു അത്യാഹിത സാഹചര്യത്തിൽ വിളിക്കാൻ പറ്റിയ ഒരു നമ്പർ പോലും നമ്മുടെ കേരള സഭയിൽ ഇല്ലാതെ പോയോ? ആ നാട്ടിലൊരു ഇടവ വികാരി ഇല്ലേ? അവരുടെയൊക്കെ നാട്ടിൽ അവർ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു അവർക്ക് ഉദാശകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വൈദികനും അവിടെ ഇല്ലേ? അവരുടെ ഇടവകയെ പ്രതിദാനം ചെയ്യുന്ന രൂപത അവിടെയില്ലേ? ഇങ്ങനെ പ്രശ്നങ്ങളുള്ള ഭവനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവിടെ ഒരു സംവിധാനവുമില്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ ആലോചിച്ചു പോവുകയാണ്. കത്തോലിക്ക സഭ നമുക്കുണ്ട്, വൈദികരുണ്ട്, ധ്യാന സെൻ്ററുകളുണ്ട്. ആ ഓരോ ഇടവകയിലും ഒരു 10 അംഗ ടീമിനെ തിരഞ്ഞെടുത്തുകൊണ്ട്, ഒരു ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ഇടവകയിലും ഒരു 10 അംഗങ്ങളുടെ ടീം, അത്യാഹിത വിഭാഗം, ആശുപത്രിയിൽ പോകാനുള്ളവരെ, ധ്യാനത്തിൽ കൊണ്ടുപോകാനുള്ളവരെ, പ്രശ്നബാധിത കുടുംബങ്ങളിലെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റിയവരെ, അങ്ങനെയുള്ള ഒരു ടീമിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഓരോ ഇടവകയിലും ഒരു ഹെൽപ്പ് ഡെസ്ക് പോലെ ഒരു സഹായ സാഹചര്യം ഉരുത്തിരിക്കാൻ നമ്മുടെ സഭയ്ക്ക് കഴിയുന്നില്ലേ? എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളായിട്ടുള്ള ഇവർ ഇത്രമാത്രം വേദന സഹിച്ച് ജീവിക്കേണ്ടി വന്നത്? ഭർത്താവ് മദ്യപാനിയോ പ്രശ്നക്കാരനോ ആണെങ്കിൽ അതിനെ പരിഹരിക്കാൻ അവിടെ നാടില്ലേ, നാട്ടുകാരില്ലേ? അവിടെ പോലീസ് സ്റ്റേഷനില്ലേ, നിയമമില്ലേ, കോടതിയില്ലേ? എന്തുകൊണ്ടാണ് അവർക്ക് ആത്മഹത്യ ചെയ്തതിന് വന്നത്? ഇതിന് കത്തോലിക്ക സഭ വരെ ഉത്തരം പറയേണ്ടി വരും. ആ ഇടവക ഉത്തരം പറയണം. ആ ഇടവകയിലെ ഓരോ ജനങ്ങളും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആ 2 പാവപ്പെട്ട 2 കുഞ്ഞുങ്ങളും അവരുടെ അമ്മയായ ആ സ്ത്രീയും ഭർത്താവിൻ്റെ നിരന്തരമായ ശല്യവും പ്രശ്നവും ക്രൂരതയും കാരണം അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നെങ്കിൽ ആ ഇടവക വരെ, സഭ വരെ അതിന് ഉത്തരം പറയേണ്ടി വരും. ഒരു സംശയം വേണ്ട. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു? എന്തുകൊണ്ട് അവർ ഇത്ര ദാരുണമായി ട്രെയിനിന് മുമ്പിൽ ചാടി അവരുടെ ശരീരം ഛിന്ന ഭിന്നമായി പോയെന്ന് വാർത്തയിൽ കേൾക്കുന്നു. ആർക്കും ഒരു സങ്കടവുമില്ല, ആർക്കും ഒരു വിഷമവുമില്ല. കേരളത്തിൽ നടക്കുന്ന വാർത്തകൾ കേട്ടാൽ ഇത് കേരളമാണോ, അതോ ഇത് ആഫ്രിക്കൻ രാഷ്ട്രമാണോ, അതോ ഈ ലോകത്തിന് വെളിയിലുള്ള ഏതെങ്കിലും രാഷ്ട്രമാണോ, ഇത് ഏത് സംസ്ഥാനമാണോ ചിന്തിച്ചു പോകും. അത്രമാത്രം ആത്മഹത്യകൾ പെരുകുന്നു, അത്രമാത്രം കുടുംബ പ്രശ്നങ്ങൾ, അത്രമാത്രം ഡൈവോഴ്സുകൾ, അത്രമാത്രം വിവാഹ തകർച്ചകൾ, അത്രമാത്രം സഭയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ, അത്രമാത്രം തലത്തിൽ പ്രശ്നങ്ങൾ. എവിടെയാണ് സ്വസ്ഥതയും സമാധാനവും? ക്രിസ്തുവിൻ്റെ കൂദാശ വാരി വാരി വിഴുകുന്നുണ്ടല്ലോ ക്രിസ്ത്യാനികൾ. ഉരുട്ടി അച്ഛന്മാർ കൊടുക്കുന്നുണ്ട് കൂദാശയാണെന്നും പറഞ്ഞ്. എന്തു ഗുണം, എന്തു പ്രയോജനം, എന്തു ഗുണമുണ്ടെന്ന് ഞാൻ ചോദിക്കുക പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവിൻ്റെ കൂദാശ പങ്കുവെച്ച് കൊടുക്കുന്ന അച്ഛന്മാർക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമില്ലേ? ഇതൊക്കെ കഴിക്കുന്ന സഭയും ക്രിസ്ത്യാനികളും കൂടെ ഇല്ലേ? എന്താണ് ഇതിൻ്റെ ഒരു പരിണിത ഫലം? എന്താണ് ഇതിൻ്റെ പ്രശ്നം? എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്നില്ല? ഒരിടവകയിൽ ഇവരുടെയൊക്കെ അയൽപക്കക്കാർക്ക് ഉത്തരവാദിത്തം വേണ്ടി വരും. കർത്താവിൻ്റെ മുമ്പിൽ ഇവരുടെ അയൽപക്കക്കാർ ഉത്തരവാദിത്തം വേണ്ടി വരും. ഒരു കുടുംബത്തിൽ വലിയ ഒച്ചപ്പാടുകളും പ്രശ്നങ്ങളും വേദനകളും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ മരിച്ച ആ 3 വ്യക്തികളുടെ കൂട്ടുകാരോ ബന്ധുക്കളോ സ്വന്തക്കാർക്കോ ആർക്കും അറിയത്തില്ലായിരുന്നു ഈ പ്രശ്നം. ആർക്കും ഒരു ഇത്രമാത്രം രഹസ്യമായിട്ട് കുടുംബത്തിനുള്ളിൽ മുറിക്കുള്ളിൽ മാത്രം എന്ന സംഭവമാണോ ഇത്? അദ്ദേഹം നിരന്തരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ ഈ വിഷയങ്ങൾ ആ സ്ത്രീയോ ആ കുഞ്ഞുങ്ങളോ ആരോടും പറഞ്ഞിട്ടില്ലേ? എന്തുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നു? ആ ആത്മഹത്യയുടെ മുമ്പിൽ ഈ ലോകത്തിലെ നീതിന്യായ വ്യവസ്ഥ അടക്കം ഇവിടുത്തെ എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയിലുൾപ്പെട്ട എല്ലാ വ്യക്തികൾക്കും ഉത്തരവാദിത്തമുണ്ട്. അതിൻ്റെ കാരണം അവരുടെ പ്രശ്നങ്ങൾ, ഓരോരുത്തരും പ്രശ്നങ്ങളെ പരിഹരിക്കാൻ തക്കമെന്നൊരു സംവിധാനം നമുക്ക് ആവശ്യമാണ്. ഉണ്ട്, നിയമപരമായ കോടതിയും കാര്യങ്ങളും നിലവിലുണ്ട്, പോലീസ് സ്റ്റേഷനിലുണ്ട്, അതുപോലെ മനഃശാസ്ത്രന്മാരെ സമീപിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, ധ്യാനം കൂടാനുള്ള സംവിധാനങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ കണ്ടെത്തി ആ പ്രശ്നത്തെ പരിഹരിക്കണം അവിടുത്തെ ഇടവ വികാരിയാണ്, അവിടുത്തെ കൈക്കാരന്മാർ, കമ്മിറ്റിക്കാരാണ്. ആ 3 പേര് ആത്മഹത്യ ചെയ്യേണ്ടി വന്നെങ്കിൽ അവരുടെ ആത്മാക്കൾക്ക് ഉത്തരം പറയേണ്ടി വരും. നമ്മൾ ഒരു സംശയം വേണ്ട കാര്യത്തിൽ, നിസ്സംശയം ഞാൻ പറയുകയാണ്,
കർത്താവിൻ്റെ അന്ത്യവിധി അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ സംവിധാനമുള്ള ഇടവക തലത്തിലും അതിൻ്റെ ആ സംവിധാനത്തോടും കൂടി ഉള്ള ആളുകൾക്കൊക്കെ ഉന്നത ഉത്തരവാദിത്തം വേണ്ടി വരും. അത്ര വലിയ സങ്കടം നിറഞ്ഞ, അത്രമാത്രം വേദന നിറഞ്ഞ 3 വ്യക്തികളുടെ ആത്മഹത്യ നടക്കേണ്ട എന്താവശ്യമാണുള്ളത്? ഒന്നാമതേ നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രത്തിൽ സ്ത്രീകളില്ല. ഉള്ള സ്ത്രീകളെ മാനിക്കാൻ പഠിക്കാത്ത ഭർത്താക്കന്മാരും, ഉള്ള സ്ത്രീകൾക്ക് ബഹുമാനവും സ്നേഹവും കൊടുത്ത് അവരെ പൊന്നുപോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട പുരുഷന്മാരും ഭർത്താക്കന്മാരും ഈ രീതിയിൽ ചെയ്യുന്ന പ്രവൃത്തികളുണ്ടെങ്കിൽ ഇത് കണ്ടെത്തുകയും അതിൻ്റെ തക്ക പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ക്ലാസ്സിൽ ഞാൻ പറയുകയാണ്. അത് ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവർ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നുണ്ടോ? വിശുദ്ധ ഗ്രന്ഥത്തിലെ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്കറിയാമോ? അച്ഛന്മാർ കുർബാന കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് 2 വചനം വായിച്ചിട്ട് അതിൻ്റെ ABCD പറഞ്ഞു തരും. വല്ല ജനത്തിനും വല്ലതും മനസ്സിലാവുമോ? നമ്മുടെ സഭയിൽ നമ്മുടെ വചനത്തിൻ്റെ പഠനം നടക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു തിരുവചനത്തിൻ്റെ പഠനത്തിന് വേണ്ടി മാസത്തിൽ ഒന്നെങ്കിലും ഒരു ഇടവക ദേവാലയത്തിൽ മാസത്തിൽ ഒന്നെങ്കിലും വിശുദ്ധ കുർബാന മാറ്റിവെച്ച് രാവിലെ 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്ന് വചനം പഠിപ്പിക്കുന്ന സംവിധാനം നമ്മുടെ സഭയിൽ ആവശ്യമായിരുന്നു. എന്തുകൊണ്ട് അതിലൊന്നും ശ്രദ്ധിക്കാൻ വൈദികർക്കും സഭയ്ക്കും താല്പര്യമില്ല? എന്തുകൊണ്ട് വചനം അവർ പഠിപ്പിക്കുന്നില്ല? പഠിപ്പിച്ചാൽ എന്തു സംഭവിക്കും? ജനം ജ്ഞാനമുള്ളവരായിട്ട് മാറും. ഇവരുടെ തോന്നിവാസന എതിര് വരും. അത് തന്നെ കാരണം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം ഇതാണ്. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം മുതൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെ കാണുന്നു: പ്രവാചകന്മാരാകുന്ന നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുകയും ദീർഘദർശികളായ നിങ്ങളുടെ ശിരസ്സുകൾ മൂടുകയും ചെയ്തു. ഈ ദർശനം നിങ്ങൾക്ക് മുദ്രിത ഗ്രന്ഥത്തിലെ വാക്കുകൾ പോലെ ആയിരിക്കുന്നു. ഇത് വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് മുദ്രിതമാക്കപ്പെട്ടിരിക്കുന്നു, വായിക്കാൻ കഴിയുകയില്ല എന്ന് അവൻ പറയുന്നു. വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ്റെ കയ്യിൽ ഈ പുസ്തകം കൊടുക്കുമ്പോൾ എനിക്ക് വായിക്കാൻ ആവുകയില്ല എന്ന് അവനും പറയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു: ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷിക നിയമങ്ങളാണ്. ഇതാണ് ആ വചനം. പ്രിയപ്പെട്ടവർ, ഈ തിരുവചനം, വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന ബൈബിൾ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ അറിയാവുന്നതിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൻ പറയുന്നു ഇത് വായിക്കാൻ കഴിയുകയില്ല, ഇത് മുദ്രിതമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? ഇതിൻ്റെ വ്യാഖ്യാന അർത്ഥതലങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ആ ആത്മാവിൻ്റെ ശക്തിയുള്ള വിശുദ്ധി നിറഞ്ഞ വ്യക്തികൾക്ക് ഇതിൻ്റെ അർത്ഥതലങ്ങളെ വ്യാഖ്യാനിച്ചെടുത്ത് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് എന്ന് പറയാൻ കഴിയുള്ളൂ. അതിൻ്റെ അർത്ഥങ്ങൾ അതുകൊണ്ടാണല്ലോ നമ്മുടെ RCയിൽ ഇതിന് തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ കഴിവില്ലേതും നിങ്ങൾക്കിനിയും. ആ പാട്ട് പാടിക്കൊണ്ടാണ് മരിച്ച ആളെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടെ പറയണ തിരുലിഖിതം വായിച്ച് ശരിയായി അതിൻ്റെ വ്യാഖ്യാനം പറയാൻ നിങ്ങൾക്കിനിയും കഴിവില്ല. അങ്ങനെ കേരള സഭയിൽ വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിച്ച് ഒരു വചനത്തിൻ്റെ 3 തല അർത്ഥം പറഞ്ഞുകൊടുത്ത് സഭയെ ജനത്തെ ഒരുക്കാൻ കഴിവുള്ള ആരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടായാൽ ആ ഒരാളെന്ന് പറഞ്ഞാൽ അവർക്ക് മാനിക്കുമോ, അംഗീകരിക്കുമോ, സ്വീകരിക്കുമോ? ഇതൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ ഭവനങ്ങളിൽ ഇല്ലാതെ വരികയും ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ, നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും ഇല്ലാതാകുന്ന ഭവനങ്ങളിൽ ആത്മഹത്യകൾ വരും. പ്രിയപ്പെട്ടവരെ, ഇത് കൂടിക്കൂടി വരും, ഇത് കുറയുകയില്ല. ഇതൊന്നും ഒരിക്കലും കുറഞ്ഞു പോകുന്ന കാര്യങ്ങളല്ല നിങ്ങൾ കേൾക്കുന്നത്. നമ്മുടെ സഭയുടെ സ്വാധീനം, കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങൾ, കൂതാശികളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇടവകയിലെ വൈദ്യനും ജനവും തമ്മിലുള്ള ബന്ധങ്ങൾ എല്ലാം ശുഷ്കവും ശൂന്യമായി പോയിക്കൊണ്ടിരിക്കുന്നു. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ, നമുക്ക് പെട്ടെന്നൊന്ന് ബന്ധപ്പെടാൻ, പെട്ടെന്നൊന്ന് കൊണക്ട് ചെയ്യാൻ, പെട്ടെന്നൊന്ന് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ തക്കവിധ ഒരു ഫോൺ കോളുകൾ പോലും ഇല്ലാത്ത ഇടവകൾ, അല്ലെങ്കിൽ ഒരു അച്ഛനെ വിളിച്ച് സംസാരിക്കാൻ എന്തുകൊണ്ട് ഈ പ്രശ്നം അവിടുത്തെ ഇടവ വികാരി അറിഞ്ഞിട്ടില്ല? എന്തുകൊണ്ട് ആ പ്രശ്നത്തിൽ വൈദ്യൻ ഇടപെട്ടില്ല? എന്തുകൊണ്ട് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു? ഇതിനകത്തെല്ലാം പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോത്തോ കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് വെക്കേണ്ട വിധിയുടെ ദിവസമാണ് വരുന്നത്. അതതിൻ്റെ മറ്റൊരു തലത്തിൽ കൂടെ കർത്താവ് പറയണം. വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കാനോ അറിയത്തില്ല, വായിക്കാൻ അറിയാവുന്ന ആരുടെങ്കിലും ഇങ്ങനെ കൊടുത്ത് വായിക്കാൻ അറിയാമെന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു ചെയ്യാൻ സമ്മതിക്കുമില്ല.
ഇപ്പം എനിക്ക് പറ്റുള്ളൂ. ഞാൻ ചെന്ന് സഭയിൽ ആവശ്യപ്പെട്ടു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതാണ് ഈശോയുടെ വരവിൻ്റെ കാലമായി, നമുക്ക് ഇത് ഇന്നപോലെ പഠിപ്പിക്കാം, ജനത്തെ ഒരുക്കാം, കുമ്പസാരത്തിന് ഒരുക്കാം, എന്നെ അനുവദിക്കേ എന്ന് പറഞ്ഞു. പക്ഷെ കേൾക്കില്ല, സമ്മതിക്കില്ല, അംഗീകരിക്കുന്നില്ല. പിന്നെ ആര് പഠിപ്പിക്കും, ആര് ബോധ്യപ്പെടുത്തും ജനത്തെ? ഇതാ കർത്താവ് പറയുകയാണ്, അടുത്ത വചനം പറയുന്നു, നിങ്ങൾ കേട്ടോ, നിങ്ങൾ കേട്ടോ. ദർശനം ആമോസ് പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഇതാ തൂക്കുകെട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ ഒരു മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിൽ ഒരു തൂക്കുകെട്ടിയുമായി നിൽക്കുന്നു. അവിടുന്ന് ചോദിച്ചു, ആമോസ്, നീ എന്ത് കാണുന്നു? ഒരു തൂക്കുകെട്ട എന്ന് ഞാൻ മറുപടി പറഞ്ഞു. കർത്താവ് തുടർന്നു, കണ്ടാലും എൻ്റെ ജനമായ ഇസ്രായേലിന്റെ മധ്യേ ഞാനൊരു തൂക്കുകെട്ട പിടിക്കും. ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. ഞാൻ യിസ്ഹാക്കിന്റെ പൂജാഗിരികൾ നിർജ്ജനമാക്കും, ഇസ്രായേലിന്റെ ആരാധനാ കേന്ദ്രങ്ങൾ ശൂന്യമാക്കും. ജെറൊബോവാമിന്റെ ഭവനത്തിനെതിരെ ഞാൻ വാളുമായി വരും. ഇവിടെ പ്രിയ സഹോദരങ്ങളെ, ഈ വചനത്തിൽ ചില ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തി നമ്മളൊന്ന് വായിക്കണം, അപ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അവിടെ കർത്താവ് പറയാണ്, ഇതാ തൂക്കെട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ ഒരു മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിലൊരു തൂക്കെട്ടിയുമായി നിൽക്കുന്നു. അവിടുന്ന് ചോദിച്ചു, അന്ന് ആമോസിനോട് ചോദിച്ചെങ്കിൽ ഇന്ന് പ്രവാചക വരമുള്ള, പ്രബോധന വരമുള്ള, അല്ലെങ്കിൽ വ്യാഖ്യാന വരമുള്ള ഈ കേരളത്തിലെ സഭയിലെ വൈദികരോടും മെത്രാന്മാരോടും വചനം പഠിപ്പിക്കുന്നവരോട് ചോദിക്കുകയാണ്, കർത്താവ് ചോദിക്കുകയാണ്, സഭയെ നീ എന്ത് കാണുന്നു? ഒരു തൂക്കുകെട്ട എന്ന് ഞാൻ മറുപടി പറഞ്ഞു. കത്തോലിക്ക സഭ പറയുകയാണ്, അല്ലെങ്കിൽ ഒരു വൈദികൻ പറയുകയാണ്, അല്ലെങ്കിൽ ഒരു വ്യാഖ്യാന ഏതോ പറയുകയാണ്, ഒരു തൂക്കുകെട്ട ഞാൻ കാണുന്നു. അപ്പോൾ കർത്താവ് തുടർന്നു, കണ്ടാലും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ ഞാൻ എന്ന് പറഞ്ഞെടുത്ത് എൻ്റെ ജനമായ കത്തോലിക്ക സഭയുടെ മധ്യേ ഞാനൊരു തൂക്കുകെട്ട പിടിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, എൻ്റെ ജനമായ കത്തോലിക്ക സഭയുടെ മധ്യേ ഞാനൊരു തൂക്കുകെട്ട പിടിക്കും. ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. ഞാൻ യിസ്ഹാക്കിന്റെ പൂജ, ഞാൻ കത്തോലിക്ക സഭയുടെ പൂജാഗിരികൾ, കത്തോലിക്ക സഭയുടെ ആരാധന കേന്ദ്രങ്ങളും ശൂന്യമാക്കും. ജെറൊബോവാമിന്റെ ദിനത്തിനെതിരെ ജെറൊബോവാമിന്റെ ഭവനത്തിനെതിരെ ഞാൻ വാളുമായി വരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്ന് നമ്മളെ ഓരോരുത്തരുടെ നേരെ വാളുമായിട്ട് കർത്താവ് വരും. സഭയ്ക്ക് നേരെ വാളുമായിട്ട് വരും, മെത്രാന്മാർക്ക് നേരെ വാളുമായിട്ട് കർത്താവ് വരും, ഇവിടുത്തെ വൈദികർക്ക് നേരെ വാളുമായിട്ട് കർത്താവ് വരും. കുടുംബനാഥന്മാർക്കെതിരെ, ഒരു വ്യക്തിക്കുമെതിരെ സർവശക്തനായ ദൈവത്തിന്റെ വാള് വരുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുക, ഞാനല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് തിരുവചനമാണ്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം മുതൽ വെച്ചെടുത്തു വെച്ച് വായിക്കപ്പെട്ട സഹോദരങ്ങളെ, ഈ സഭയിൽ നടക്കുന്ന അനീതിക്കും കുടുംബത്തിൽ നടക്കുന്ന വേദനകൾക്കും ഓരോ വ്യക്തികൾ സഹിക്കുന്ന സഹനത്തിനും മറ്റുള്ളവരുടെ തിന്മയാൽ സഹിക്കേണ്ടി വരുന്ന സഹനത്തിൻ്റെ ഉത്തരം ഓരോ വ്യക്തിയും കൊടുക്കാൻ കടപ്പെട്ടുണ്ട്. കർത്താവ് പറയാണ്, എൻ്റെ ജനമായ കത്തോലിക്ക സഭയുടെ നടുവിൽ ഞാനൊരു തൂക്കെട്ട് പിടിക്കുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? തൂക്കെട്ട്, ഒരു കെട്ടിടം പണിയുമ്പോഴാണ് തൂക്കെട്ട് പിടിക്കുന്നത്. മേസ്തിരിമാർക്ക് തൂക്കെട്ടം പറയുന്ന സാധനമുണ്ട്, അതിങ്ങനെ തൂങ്ങി കിടക്കും പ്രിയപ്പെട്ടവരെ. അത് തൂങ്ങി ഇങ്ങനെ കിടക്കുമ്പോൾ അതിനകത്ത് എന്താ സംഭവിക്കുക? ഇതിങ്ങനെ നേരെ നിൽക്കും. ഈ തൂക്കെട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, വെയിറ്റ് ഭാരം അടിയിലൊരു കട്ടയുണ്ട്, അപ്പോൾ ഇതിന് ചെരിഞ്ഞ് നിൽക്കുകയില്ല. തൂക്കെട്ട് നേരെ നിൽക്കുകയുള്ളൂ, ഒരു ശക്കലം പോലും ചെരിവില്ല, നേരെ നിൽക്കും. എന്ന് പറഞ്ഞാൽ അതിനെന്താണ്? തൂക്കെട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ മതില്, ആ മതിലാണ് കത്തോലിക്ക സഭ. കർത്താവ് പറയാണ്, ഇതാ തൂക്കെട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിലൊരു തൂക്കെട്ടിയും നിർത്തുന്നു. അതിനർത്ഥം ഇതാണ്, കർത്താവ് തൂക്കെട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ കത്തോലിക്ക സഭയിൽ ഒരു തൂക്കെട്ടയുമായി കർത്താവ് നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ തൂക്കെട്ട എന്ന് പറഞ്ഞ നിയമങ്ങളാണ്, നിയമങ്ങൾ, സഭയുടെ നിയമങ്ങൾ, സഭാ നിയമങ്ങൾ, ദൈവ പ്രമാണങ്ങൾ, വള്ളി പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ളതല്ല. 10 പ്രമാണങ്ങൾ 100% പാലിക്കാനുള്ളതാണ്. സഭയുടെ നിയമങ്ങൾ, കൗദാശിക നിയമങ്ങളുണ്ട്, കുംഭസാരത്തിൻ്റെ നിയമങ്ങളുണ്ട്, വിശുദ്ധ കുർബാനയുടെ പ്രൊസീജിയേഴ്സ് നിയമങ്ങളുണ്ട്, വിവാഹത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്, പട്ടത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്, കൗദാശിക തലത്തിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അത് തൂക്കെട്ട പോലെയാണ്, നേരി പിടിക്കുള്ളൂ. അത് ഇങ്ങനെ ആടിക്കളിക്കാനുള്ളതല്ല. അത് തെറ്റ് കാണിക്കുകയില്ല. തൂക്കെട്ട എപ്പോഴും നേരെ കാണിക്കും, സത്യമായി സത്യസന്ധമായിട്ട് കാണിക്കുള്ളൂ. കാരണം ഭിത്തി പണിയുന്നത് തൂക്കെട്ടയുടെ സഹായത്തോടെയാണ്. അപ്പോൾ കർത്താവ് പറയുന്നത് തൂക്കെട്ടയുടെ സഹായത്തോടെ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥമുണ്ട്. അപ്പസ്തോലന്മാരാകുന്ന തൂക്കെട്ട, സത്യസന്ധമായ നീതിബോധമുള്ള ദൈവവചനത്താൽ വിശുദ്ധ ലിഖിതത്താൽ പൂരിതമായ രക്തസാക്ഷിത്വമുള്ള ഈ അപ്പസ്തോലന്മാരുടെ രക്തം കൊണ്ട് പണിതുയർത്തിയ കത്തോലിക്ക സഭയുടെ മതിലിൽ കർത്താവ് നിൽക്കുകയാണ്. കത്തോലിക്ക സഭയ്ക്കകത്ത് മതിലിനകത്ത് കർത്താവ് നിന്നോട് പറയാണ്, ഞാൻ ഇതുപോലെ
ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. ഒരു തൂക്കട്ട എന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് തുടർന്നു, കണ്ടാലും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ, എൻ്റെ ജനമായ കത്തോലിക്ക സഭയുടെ മധ്യേ ഞാനൊരു തൂക്കട്ട പിടിക്കും. ഈ തൂക്കട്ട നീതി സ്ഥാപിക്കുന്നത് പോലെ, സത്യത്തെ തെളിയിക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു സഭയോടും ലോകത്തോടും ഓരോ വ്യക്തിയോടും കർത്താവ് നീതിയെക്കുറിച്ച് ചോദിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു? എന്തുകൊണ്ട് സഭയിൽ പ്രശ്നമുണ്ടാകുന്നു? എന്തുകൊണ്ട് കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നു? എന്തുകൊണ്ട് വ്യക്തികളിൽ പ്രശ്നമുണ്ടാകുന്നു? ഇത്രമാത്രം നീതിബോധമുള്ള സർവശക്തനായ യേശു ക്രിസ്തുവിനെ ഇത്ര കാലഘട്ടം പ്രഘോഷിച്ചിട്ടും, ഇത്രമാത്രം കൗദാശിക തലങ്ങൾ പങ്കുവെച്ചു കൊടുത്തിട്ടും, ഇത്രമാത്രം ധ്യാനമുള്ള കേരള സഭയിൽ എന്തുകൊണ്ട് ഇത്ര പ്രശ്നമുണ്ടാകുന്നു? അതിനൊക്കെ ഉത്തരം കർത്താവ് നമ്മൾ ചോദിക്കുന്ന കർത്താവ് പറയാണ്. എന്നിട്ട് അതിനുശേഷം കർത്താവ് പറയാണ്, നിന്റെ ഭവനത്തിന് നേരെ ഞാൻ വാളുമായി വരും. നിന്റെ പൂജാഗിരികൾ, ഏതാണ് ഈ പൂജാഗിരികൾ? ഞാൻ ഇസ്രായേലിൻ്റെ പൂജാഗിരികൾ നിർജ്ജനമാക്കും. ഞാൻ കത്തോലിക്ക സഭയുടെ പൂജാഗിരികൾ നിർജ്ജനമാക്കും. ഇസ്രായേലിനെ ആരാധന കേന്ദ്രങ്ങൾ ശൂന്യമാക്കും. കത്തോലിക്ക സഭയുടെ ആരാധന കേന്ദ്രങ്ങൾ ശൂന്യമാക്കും. ഇതാ വരാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ. വളരെ കടുപ്പത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഇത് കടുപ്പം കുറച്ച് സംസാരിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം സർവശക്തനായ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ എനിക്ക് കിട്ടുകയാണ്. എന്തുകൊണ്ട് സഭയിൽ പ്രശ്നം? എന്തുകൊണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ? എന്തുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ പ്രശ്നങ്ങൾ? ആരാണ് ഇതിന് ഉത്തരവാദി? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, സർവശക്തനായ യേശു ക്രിസ്തു നീതി തൂക്കട്ടോലെ പിടിച്ചുകൊണ്ട് നീതിയോടെ, സത്യസന്ധയോടെ, വിശുദ്ധിയോടെ ജീവിക്കാൻ പറഞ്ഞ് അതിൻ്റെ നിയമങ്ങളും തന്നുവിട്ട് ഇതുപോലെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്തി സഭയാകുന്ന ആ കൂട്ടായ്മയെ സ്ഥാപിച്ച് തൻ്റെ തിരുശരക്തമായ അപ്പവും വീഞ്ഞും തിരുശക്തങ്ങളായി നൽകി, പാപം മോചിക്കപ്പെട്ട കർത്താവിൻ്റെ തിരുശക്തം തിരത്വം നൽകി അതിന് പാപമോചനം നേടി വിശുദ്ധിയോടെ ജീവിക്കേണ്ട കത്തോലിക്ക സഭയും ക്രിസ്ത്യാനികളും ക്രിസ്ത്യൻ കുടുംബങ്ങളും അവിടെ ആത്മഹത്യകൾ പെരുകുന്നു, ഡൈവോഴ്സിൽ. എനിക്ക് എത്രയോ പേരുടെ ഫോൺ കോളുകളാണ് വരുന്നത് അറിയാമോ പ്രിയ സഹോദരങ്ങളെ? ഡൈവോഴ്സ് പ്രശ്നങ്ങൾ. വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം 2 മാസം ആയിരിക്കുമ്പോഴത്തേക്കും ഡൈവോഴ്സ്, 5 വർഷം 8 വർഷമായ ഡൈവോഴ്സ്, 10-12 വർഷമായ 2 കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ ഡൈവോഴ്സ്, അപ്പന്മാരെ ഡൈവോഴ്സ് ചെയ്യുന്നു, ഭാര്യ ഭർത്താക്കന്മാർ 2 ഭവനങ്ങളിൽ താമസിക്കും. ആരാണ് ഉത്തരവാദി? എവിടെയാണ് പ്രശ്നം? നീതിബോധം നഷ്ടപ്പെട്ട സഭയും നീതിബോധം നഷ്ടപ്പെട്ട ക്രിസ്ത്യാനികളും നീതിബോധം നഷ്ടപ്പെട്ട വ്യക്തിത്വമുള്ള വ്യക്തികൾ നീതിയും സ്നേഹവും സത്യസന്ധയും ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത് ഭാര്യയ്ക്ക് കൊടുക്കാതെ വരുന്നു, ഭർത്താവിന് കൊടുക്കേണ്ടത് ഭർത്താവ് കൊടുക്കാതെ വരുന്നു. അതെല്ലാം നീതിബോധം, യേശുവിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ട ഭവനം. അതാണ് യേശുവിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ട സഭ, അല്ലെങ്കിൽ വ്യക്തി, അല്ലെങ്കിൽ കുടുംബം. മറ്റൊരു കാരണവും ഇതിനില്ല. പിന്നെ എന്തിനാണ് യേശു ക്രിസ്തു? പിന്നെ എന്തിനാണ് കൗദാശികത? പിന്നെ എന്തിനാണ് സഭ? ഇതൊക്കെ ചോദിക്കേണ്ട സമയം. ഒരു ഇടവകയിൽ, ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ സഭ ഇടപെടണം, അവിടെ വൈദികർ ഇടപെടണം, പള്ളി കമ്മിറ്റിയും സൺഡേ സ്കൂൾ അധ്യാപകരുണ്ട്, അവരവിടെ ഇടപെടണം. അവിടെ ആ ഭവനത്തിൽ ചെല്ലണം. അവരോട് ചെന്ന് ചോദിക്കണം എന്താണ് പ്രശ്നം. എന്തായാലും ആത്മഹത്യ ഇതിനു മുമ്പ് ആ സ്ത്രീ തൻ്റെ വേദനകൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അവരുടെ ബന്ധത്തിൽപ്പെട്ടവരോടോ, അവരുടെ സ്വന്തത്തിൽപ്പെട്ടവരോടോ, അല്ല അവരുടെ അയൽവക്കത്തുള്ളവരോടോ ആരെങ്കിലും ഇവരുടെ വേദനകളും പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല? ഭർത്താവ് പീഡിപ്പിച്ചെങ്കിൽ എന്തുകൊണ്ട് പീഡിപ്പിച്ചു? എന്താണ് അതിൻ്റെ പ്രശ്നം? അത് കണ്ടെത്തി പരിഹരിക്കുവാൻ നമ്മുടെ സഭയ്ക്ക് സാധിക്കുന്നില്ല, നമ്മുടെ കൂദാശികൾക്ക് സാധിക്കുന്നില്ല, നമ്മുടെ ഇടവകൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കത്തോലിക്ക സഭ എന്ന ഈ സംഭവം? എന്തിനു വേണ്ടി? പ്രിയ സഹോദരനെ, അതുകൊണ്ട് കഥ പറയാണ്, ഞാൻ നിനക്കെതിരെ വാളുമായി വരും, യുദ്ധം. ഇതിനൊക്കെ ഉത്തരം പറയാതെ സർവശക്തനായ ദൈവത്തിൻ്റെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി. പ്രിയ സഹോദരനെ, ആണവ ആയുധങ്ങൾ കൊണ്ട് തന്നെ കർത്താവ് ഉത്തരം പറയും. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് പറയാണ്, നിന്റെ പൂജാഗിരികളും നിന്റെ വിഗ്രഹങ്ങളും ഞാൻ തച്ചുടയ്ക്കും, നിനക്കെതിരെ ഞാൻ വാളുമായി വരും. വള്ളിപ്പുള്ളി വ്യത്യാസമില്ല പ്രിയ സഹോദരൻ. ഇത് വരാൻ പോവാണ് 3-ാം ലോക മഹായുദ്ധം പടിവാതിൽകൾ. 3-ാം ലോക മഹായുദ്ധത്തിന് പരിണിതഫലമായ വൻ ദുരന്തങ്ങൾ, വലിയ തകർച്ചകൾ, പ്രശ്നങ്ങൾ, വലിയ പീഡനങ്ങൾ, വലിയ മരണം, കൂട്ടമരണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിന് വള്ളിപ്പുള്ളിക്ക് മാറ്റം വരുത്തുന്ന പ്രിയ സഹോദരൻ, ഇതെല്ലാം എത്തിയെന്ന് വാർത്താ മാധ്യമങ്ങൾ പറയുന്നു, വചനപ്രഘോഷകർ പറയുന്നു, വൈദികരിൽ അറിവുള്ളവർ പറയുന്നു, പ്രവചിച്ച് പറയാൻ കഴിവുള്ള പ്രവാചകന്മാർ പറയുന്നു, അതിൻ്റെ കാലങ്ങളെയും അതിൻ്റെ ഋതുഭേദങ്ങളെയും നോക്കി പറയാൻ കഴിയുള്ളവർ അങ്ങനെ പറയുന്നു, വചനവ്യാഖ്യാതാക്കൾ അത് പറയുന്നു. ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പായിട്ടുള്ള വേദനകൾ. പക്ഷേ അവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നതിൽ വളരെ ദുഃഖം എനിക്ക് തോന്നിയാണ് പ്രിയപ്പെട്ടവരെ. എൻ്റെ ദുഃഖം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. കാരണം ഒരു കുടുംബം നശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം സഭയ്ക്കും എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്. എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്. സഭയ്ക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും എല്ലാം ഉത്തരവാദിത്തമുണ്ട്.
ഇത് ഇന്നല്ല നാളെ സകലവരുടെയും കർത്താവ് കണക്ക് ചോദിക്കാൻ തന്നെ ചെയ്യും. ആ തൂക്കട്ട പിടിച്ച് കർത്താവ് ചോദിക്കും, സത്യസ നീതി എവിടെ എന്തുകൊണ്ട് നീതി നടപ്പാക്കില്ല ചോദ്യം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. ഒരു ഇടവകയാണ് ഇടവക, രൂപതയാണ് രൂപത. അവിടെ ആവശ്യമുള്ള സംവിധാനങ്ങൾ വേണം. ആവശ്യമുള്ള സമയത്ത് തൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ച് കെട്ടാനും തൻ്റെ ജനത്തിൻ്റെ വേദനകളെ കാണാനും കഴിയുന്ന മെത്രാന്മാരും വൈദികരും ഇടവക കൂട്ടായ്മയും നമുക്കില്ലെങ്കിൽ പിന്നെ എന്ത് പ്രാർത്ഥനയാണ്, എന്ത് കൂട്ടായ്മയാണ്, എന്താണ് നമുക്ക് സഭയ്ക്കന്ന് കിട്ടേണ്ടത്, എന്താവശ്യമാണ്? കർത്താവ് പറയാണ്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ ഈ ബലി ചെല്ലിക്കൂട്ടി എന്തു പ്രയോജനം സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും? കുറേ ബലി ചെല്ലിക്കൊണ്ട് എന്ത് കാര്യം? ആ ഒരു കുടുംബത്തിലെ വ്യക്തികളുടെ വേദനയിലേക്ക് കടന്നില്ല. കരുണയാണ് ആഗ്രഹിക്കുന്നത്, കരുണയാണ് വേണ്ടത്, സ്നേഹമാണ് കൊടുക്കേണ്ടത്, അവിടുത്തെ പ്രശ്ന പരിഹാരമാണ് ആവശ്യം. പ്രിയ സഹോദരനെ, വളരെ വേദനയോടെ ഞാൻ പറയുന്ന ആ വാർത്ത കേട്ട് ഞെട്ടിപ്പോയി. 3 സ്ത്രീകൾ, ആരോടും പരാതി പറയാൻ പറ്റുന്നില്ല, തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, കഠിന ദുഃഖം. അവരൊരു ആത്മഹത്യക്കായിട്ട് ഒരു ട്രെയിൻ റൂമിലേക്ക് എടുത്തിയാലും അവരുടെ ഹൃദയത്തിൻ്റെ വേദന എത്ര വലുതായിരിക്കും, എത്ര വലുതായിരിക്കും. ഒരു മനുഷ്യൻ എൻ്റെ ശരീരത്തിലേക്ക് ഒരു ട്രെയിൻ ഇടിച്ചു കയറട്ടെ, എൻ്റെ ജീവിതവും നശിക്കട്ടെ എന്ന് പറഞ്ഞെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ അഗാധ വേദന അത്ര ഭീമവും ഭയാനകമാണെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. വളരെ സങ്കടത്തോടെ പറയുകയാണ്. ഒരു പ്രത്യേകിച്ചും ജാതിയോ മതമോ ഒന്നും പറയല്ല. ഒരു ഹിന്ദു കുടുംബമാണെങ്കിലും ഒരു മുസ്ലിം കുടുംബമാണെങ്കിലും ഒരു ക്രിസ്ത്യൻ കുടുംബമാണെങ്കിലും ഒരു വ്യക്തിയാണല്ലോ, ഒരു കുടുംബമാണല്ലോ നശിച്ചു പോകുന്നത്. പ്രിയ സഹോദരരെ, അതുകൊണ്ട് കർത്താവ് പറയാണ്, വായിക്കാൻ അറിയാവുന്നതിന് കയ്യിൽ കൊടുത്തപ്പോൾ എന്ത് പറയുന്നു? വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ അറിയാമെങ്കിൽ വായിക്കേ. എന്നിട്ട് ഇതിൻ്റെ അർത്ഥം അറിയാമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, എനിക്കിത് വായിക്കാൻ പറ്റുന്ന മുദ്രിതമാണ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ വിശുദ്ധിയുടെ തലങ്ങളെക്കുറിച്ചോ ദൈവം അർത്ഥമാക്കുന്ന തലങ്ങളെക്കുറിച്ചോ പറയാൻ, അതുകൊണ്ടാണ് യേശയ്യാപ്രവചന പുസ്തകം ഞാൻ ആദ്യമേ പറഞ്ഞത്. അത് പറയാൻ എനിക്ക് പറ്റുന്നില്ല, അതെനിക്ക് പറയാൻ അറിയത്തില്ല. അത് കഴിഞ്ഞ ശേഷം കർത്താവ് പറയാണ്, നിനക്കെതിരെ എൻ്റെ വാളുമാവരും. ആമോസ് പ്രവചന പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം. ഇതിങ്ങെത്തി നമ്മുടെ നേരെ നോക്കി വിധിക്കുന്ന കർത്താവ് അടുത്തെത്തി. ആ വിധിയെ തടുക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. ആ വിധിയുടെ മുമ്പിൽ നമുക്ക് മറുപടി ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. കത്തോലിക്ക സഭ ചിന്തിക്കണം, രൂപതകൾ ചിന്തിക്കണം, ഇടവകൾ ചിന്തിക്കണം. ഇടവയിലെ പാരിഷ് കൂട്ടായ്മകളുണ്ട്. ഓരോ ഇടവകയിലും അവിടെ ഭൗതികമായി എന്തെല്ലാം പ്രവർത്തിച്ചിടുമോ അവിടെ കുരിശും തൊട്ടി ഉണ്ടാക്കണം, അവിടെ സെമിത്തേരി ഉണ്ടാക്കണം, പള്ളിമുറി ഉണ്ടാക്കണം, സ്കൂൾ ഉണ്ടാക്കണം. അതിന് പിരിവുകളും കാര്യങ്ങളും അതിനൊക്കെ വളരെ ജാഗ്രതയാണ്. എന്തൊരു ജാഗ്രതയാണെന്നറിയോ അച്ഛന്മാർക്ക്, ഒട്ടുക്കത്തെ ജാഗ്രതയാണ്. അതിനുവേണ്ടി പള്ളിപ്പിരിവുകളും കാര്യങ്ങളും പുറകെ നടന്ന് ചോദിച്ച് മേടിച്ച് പൈസ ഉണ്ടാക്കി ആ കെട്ടിടം പണിത് ഇങ്ങനെ നിൽക്കും. അത് കർത്താവ് പറയണത്, നിന്റെ പൂജാഗിരികൾ ഞാൻ ഇട്ടിച്ചു തകർക്കും, നിനക്കെതിരെ വാളുമായി വരും. ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകില്ല. ഞാൻ ഇസഹാക്കിനെ, ഞാൻ കത്തോലിക്ക സഭയുടെ പൂജാഗിരികൾ നിർജ്ജനമാക്കും. വചനം കിടപ്പുണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവ വചനമാണ് ഈ കിടക്കുന്നത്. സ്വന്തമായി എൻ്റെ ഭാവന ഉണ്ടാക്കി പറഞ്ഞതല്ല. ഈ വേദന നിറഞ്ഞ ഈ സംഭവം കണ്ടപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടിയാണിത്. നീ ഈ വചനം പറയാൻ പറഞ്ഞ കർത്താവ് എന്നെ ഏൽപ്പിക്കുകയായിരുന്നു. എന്തുകൊണ്ട് തിരുലിഖിതങ്ങൾ വായിച്ചതിൻ്റെ ശക്തമായ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാൻ ചെന്ന് ചോദിച്ച തലശ്ശേരി രൂപത്തിൽ ചെന്ന് ചോദിച്ചാണ്. ഞാൻ ജനത്തെ ഒരുക്കാം, ഞാൻ പഠിപ്പിക്കാം, എന്നെക്കൊണ്ട് കർത്താവ് ഇങ്ങനെ പറയിപ്പിക്കുന്നുണ്ട്, സമ്മതിക്കുമെന്ന് ചോദിച്ചു. ഇല്ല, സമ്മതിക്കില്ല. ഒരൊറ്റ അച്ഛന്മാരും സമ്മതിക്കില്ല. ഒറ്റ അച്ഛന്മാർ മെത്രാൻ സമ്മതിക്കുന്നില്ല, അച്ഛന്മാർ സമ്മതിക്കില്ല, ഇടവക സമ്മതിക്കില്ല. ഫലമോ കൂട്ടാത്മഹത്യകൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുലിഖിതം, തിരുവചനം വിശുദ്ധിയോടെ പ്രാർത്ഥനാപൂർവം കേട്ട് പഠിക്കേണ്ടടുത്ത് പഠിച്ചോണം, മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടിയണയണം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, നിങ്ങൾ ധ്യാന സെൻ്ററിലേക്ക് ഓടി വരണം. പ്രശ്നമുള്ള കുടുംബങ്ങൾ, പ്രശ്നമുള്ള ഇടവകൾ, അവിടെ ധ്യാന സെൻ്ററിലേക്ക് വന്ന് അനുരഞ്ജനപ്പെടണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുരഞ്ജനപ്പെടണം. നന്നായിട്ട് കുമ്പസാരിച്ച് ഭാരങ്ങൾ ഇറക്കി വെക്കണം, പ്രശ്നങ്ങളെ പരിഹരിക്കണം. അതിന് നമുക്ക് കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ വ്യക്തിത്വവും ജീവിതവും സഭയും എന്താവശ്യത്തിന്? എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ എന്തിനാണ് ഈ സംവിധാനം? വളരെ വേദനയോടെ ചിന്തിച്ചു പോവാണ് പ്രിയപ്പെട്ടവരെ. കർത്താവ് പറയാണ്, ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. ഞാൻ കത്തോലിക്ക സഭയുടെ പൂജാഗിരികളും ഇസ്രായേലിൻ്റെ പൂജാഗിരികളും ആരാധന കേന്ദ്രങ്ങളും ശൂന്യമാക്കും. ജെറോബാമിൻ്റെ ഭവനത്തിന് നേരെ ഞാൻ വാളുമായി വരും. കത്തോലിക്ക സഭയ്ക്കും നിനക്കുമെതിരെ ഞാൻ വാളുമായി വരും. അത് നമ്മൾ ഓർത്തു വെക്കണം. ആ വചനമെല്ലാം ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കൂടുതൽ തീക്ഷ്ണതയുള്ളവരാണ്. ഇടവകയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കുടുംബങ്ങളുടെ വേദനകളിലേക്ക് കടന്നിടണം. നമ്മൾ അങ്ങോട്ട് അവരുടെ പ്രശ്നങ്ങളെ കണ്ടെത്തണം. അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടണം. നമ്മൾ പോയി കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ട്
അവരുടെ വേദനകളെ പരിഹരിക്കാൻ ധ്യാന സെൻ്ററുകളിലേക്ക് പോകണം, അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾ കോടതി ബന്ധപ്പെട്ട മുഖാന്തരമുള്ള കേസുകളാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് സംസാരിച്ച് അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അല്ലാതെ ആത്മഹത്യ പരിഹാരമല്ലെന്ന് അവർക്കറിയാമെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തുള്ള വേദന, അതിൻ്റെ പരിണിത ഫലമാണ് നമ്മളുള്ളത്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പുള്ള ഇത്തരം സഹനങ്ങൾ ഇനിയും ഭവനങ്ങളിൽ ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് കൂട്ടമായിട്ട് പ്രാർത്ഥിക്കാനും ഓരോ ഇടവകയിലും അതിൻ്റെ സംവിധാനങ്ങൾ, പ്രിയപ്പെട്ട ഇടവക വൈദ്യൻ്റെ നമ്പറൊക്കെ ഉണ്ട്. പക്ഷേ ശരി തന്നെയാണ്. പക്ഷേ വൈദികനോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ രണ്ട് പറഞ്ഞിട്ടുണ്ടാവാം, പ്രശ്നം ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലായിരിക്കാം. എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പ്രശ്നം പറഞ്ഞിട്ട് എന്തുകൊണ്ട് പരിഹരിച്ചില്ല? ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ കൊടുക്കേണ്ടി വരും. അവിടുത്തെ ഓരോ ജനവും, ആ വ്യക്തിയുടെ ഓരോ ജനവും അതിന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പൂജാഗിരികളും ഞാൻ ഇട്ടിച്ചു തകർക്കും, നിനക്കെതിരെ വാളുമായി വരും, യുദ്ധമായി വരും. കർത്താവ് നേരിട്ട് വരും. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ തിരുലിഖിതങ്ങൾ അത് വ്യാഖ്യാനിക്കാനും പഠിക്കാനും നമ്മൾ ഇടപെടണം, നമ്മൾ അറിയണം. അങ്ങനെ അറിവുള്ളവരുടെ അടുത്തേക്ക് പോയിട്ട് എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, യേശുവിൻ്റെ ഭരണ സമയമായോ, എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്, എന്താണ് അത് വിശുദ്ധ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അറിയണം, ചോദിക്കണം, പഠിക്കണം. അങ്ങനെ അറിവുള്ളവരുടെ അടുത്ത് പഠിച്ച് നമ്മൾ അറിഞ്ഞ് നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഇതൊക്കെ എന്നേക്കുമായിട്ട് നിന്നു പോകും പ്രിയപ്പെട്ടവരെ. യൂട്യൂബ് സംവിധാനങ്ങളിൽ നിന്ന് പോകും, ചാനലുകളിൽ നിന്ന് പോകും, പൂജാഗിരികളിൽ നിന്ന് പോകും, വിശുദ്ധ ബലി നിന്ന് പോകും. നിരന്തര ദഹനബലി നിർത്തലാക്കുന്ന ദിവസം മുതൽ 1290 ദിവസമാണ് ധാന്യ പ്രവചനം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ നശിച്ചു പോകുന്ന നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ് നശിച്ചു പോകാതെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ചുമതലയും സഭയ്ക്കും സമൂഹത്തിനും നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. അതിനുള്ള സംവിധാനം ഉണ്ടല്ലോ, ഉള്ളത് ഉപയോഗിക്കണം. ഉപയോഗിച്ചിട്ട് പറ്റുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കണം. നശിച്ചു പോയല്ല വേണ്ടത്. അതിലെ കഥാവ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തർ സമർത്ഥവാനിക്കിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.